വണ്ടി എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ എത്തിയെന്ന് പറഞ്ഞുതരാം. എനിക്കൊരു ബൈക്ക് ഉണ്ട്. അത് കുറച്ചധികം കാലമായിട്ട് എന്റെ ഫ്രണ്ട് അബിയുടെ വീട്ടിലാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നിനക്ക് നിന്റെ വണ്ടി ഒന്നും വേണ്ടേന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അവസാനം എന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി അത് എടുക്കാൻ പോവാണ്. ഇവനാണ് ആ ഫ്രണ്ട് സോജൻ. ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നവനാണ് അബി. അങ്ങനെ അവന്റെ വീട്ടിൽ പോയി വണ്ടി എടുത്ത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ബാറ്ററിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇനി വണ്ടി എങ്ങനെ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാമിൽ. അവൻ ലീവിന് വന്നപ്പോ ഉപയോഗിച്ചാണ്. പോകുമ്പോ കൊണ്ടുതരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പോയി എടുത്തോളാന്ന്. പക്ഷെ നടന്നില്ല. അങ്ങനെ എന്തായാലും 1.5 മണിക്കൂർ മെനക്കെട്ട് വണ്ടി സ്റ്റാർട്ടായി. അപ്പൊ അത് അടുത്ത പ്രശ്നം, ഇക്കൊരു ആക്സിലേറ്റർ കേബിളിനാണ്. പിന്നെ എങ്ങനെയൊക്കെയോ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ച് അതും സെറ്റാക്കി നമ്മൾ അവിടുന്ന് മെല്ലെ പോകുന്നു. അങ്ങനെ ഈങ്ങാപ്പുഴെത്തിയപ്പോ നമ്മളത് സ്റ്റോപ്പ് ഇട്ട് ആദ്യം പോയി ഇതാണ് പ്രവീൺ. അവനെയും കണ്ട് സോജന് മുടി വെട്ടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അവൻ മുടി വെട്ടാൻ തുടങ്ങിയപ്പോഴേ ഉറക്കം തുടങ്ങി. അവിടെ നമ്മൾ വേറൊരു ഫ്രണ്ടിനെയും കണ്ട്. ഇതാണ് ആഷില്. ഇവനെ കുറെ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അങ്ങനെ മുടി വെട്ടി കഴിഞ്ഞപ്പോ ബായെ അവനെ വെള്ളം തളിച്ച് എണീപ്പിച്ച് അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് വീണ്ടും പണി കിട്ടിയെന്ന് മനസ്സിലായത്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ കുറെ നേരം കിക്കർ അടിച്ച ക്ഷീണത്തിൽ ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ തൊട്ടടുത്ത കടയിൽ കയറി ഓരോ ബർഗറൊക്കെ കഴിച്ച് ആ എനർജി വീണ്ടും ബൈക്കിൽ തന്നെ കളഞ്ഞ് അവസാനം ഒരു ഇക്കയാണ് വന്ന് വണ്ടി സ്റ്റാർട്ടാക്കി തന്നെ. പിന്നെ നമ്മൾ വേറെ എവിടെയും സ്റ്റോപ്പ് ഇടാൻ നിന്നില്ല, നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഗൈസ്.